കറസ്പോണ്ടന്റ് ബാങ്കിങ് പറയുമ്പോൾ അവിടെ രണ്ട് ബാങ്കുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. രണ്ട് ബാങ്കുകൾ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടന്റ് ബാങ്കും ഉണ്ട്, റെസ്പോണ്ടന്റ് ബാങ്കും ഉണ്ട്. ഏതൊക്കെയുണ്ട്? കറസ്പോണ്ടന്റ് ബാങ്കും ഉണ്ട്, റെസ്പോണ്ടന്റ് ബാങ്കും ഉണ്ട്. ഇതിൽ കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബാങ്കാണോ മറ്റൊരു ബാങ്കിന് അതിന്റെ ഡെപ്പോസിറ്റുകളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഹോൾഡ് ചെയ്യുന്ന ബാങ്കിനെ നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്ക് എന്നും, ഏത് ബാങ്കിന്റെ ഡെപ്പോസിറ്റുകളെയാണോ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആ ബാങ്കിനെ റെസ്പോണ്ടന്റ് ബാങ്ക് എന്നും പറയും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഏത് ബാങ്കാണോ ഹോൾഡ് ദ ഡെപ്പോസിറ്റ് ഓഫ് അതർ ബാങ്ക്, അതായത് മറ്റൊരു ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് ബാങ്കാണോ ആ ബാങ്കിനെ നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറയും. ഇനി ഏത് ബാങ്കിന്റെ ഡെപ്പോസിറ്റ് ആണോ അങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അതിനെ റെസ്പോണ്ടന്റ് ബാങ്ക് എന്നും പറയും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ്. ഈ കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെന്റ് ആണ്. അണ്ടർ ദിസ് അറേഞ്ച്മെന്റ് എ ബാങ്ക് ഹോൾഡ് ദ ഡെപ്പോസിറ്റ് ഓഫ് അതർ ബാങ്ക്, മറ്റൊരു ബാങ്കിന്റെ ഡെപ്പോസിറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കും. ദ അതർ ബാങ്ക് ഈസ് കാൾഡ് റെസ്പോണ്ടന്റ് ബാങ്ക്, ദ ബാങ്ക് വിച്ച് ഹോൾഡ് ദ ഡെപ്പോസിറ്റ് ഈസ് കാൾഡ് കറസ്പോണ്ടന്റ് ബാങ്ക്. ഈ കറസ്പോണ്ടന്റ് ബാങ്ക് ആണ് എന്ത് ചെയ്യുന്നത്? ആ റെസ്പോണ്ടന്റ് ബാങ്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ പേയ്മെന്റ് സർവീസുകളും ചെയ്തു കൊടുക്കുന്നത് ഏത് ബാങ്ക് ആയിരിക്കും? കറസ്പോണ്ടന്റ് ബാങ്ക് ആയിരിക്കും. ക്ലിയർ ആവുന്നോ നിങ്ങൾക്ക്? ഒന്നുകൂടെ ഞാൻ വ്യക്തമായി പറയാം, തിരിഞ്ഞു പോകരുത്. കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു അറേഞ്ച്മെന്റ് ആണ്. ആ അറേഞ്ച്മെന്റ് അനുസരിച്ച് ഒരു ബാങ്ക്, അതായത് കറസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് എന്ത് ചെയ്യും? മറ്റൊരു ബാങ്കിന്റെ ഡെപ്പോസിറ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെന്റ് സർവീസുകൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വ്യക്തമായി നമ്മൾ പറഞ്ഞാൽ ഒരു യൂണിറ്റ് ബാങ്കിനെ മറ്റൊരു വലിയ ബാങ്കുമായി എന്ത് ചെയ്യും? അവർക്ക് ആ ബാങ്കുമായി ലിങ്ക് ഉണ്ടാകും. ഒരു യൂണിറ്റ് ബാങ്കിന് മറ്റൊരു ബിഗ്ഗർ ബാങ്കുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കുകയും ആ യൂണിറ്റ് ബാങ്കിന്റെ ഡെപ്പോസിറ്റിനെ ആര് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം? ആ കറസ്പോണ്ടന്റ് ബാങ്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. അതിനോടൊപ്പം യൂണിറ്റ് ബാങ്കിലേക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർ ഒരു വലിയ പേയ്മെന്റിന് വേണ്ടി അവരെ സമീപിക്കുമ്പോൾ ആ പേയ്മെന്റ് സർവീസ് ആര് ചെയ്തു കൊടുക്കും? ഈ കറസ്പോണ്ടന്റ് ബാങ്കായ ആ ബിഗ്ഗർ ബാങ്ക് ചെയ്തു കൊടുക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതില് യൂണിറ്റ് ബാങ്കിനെ നമ്മൾ റെസ്പോണ്ടന്റ് ബാങ്ക് എന്നും, ആ യൂണിറ്റ് ബാങ്കുമായി ലിങ്ക് ഉള്ള അല്ലെങ്കിൽ യൂണിറ്റ് ബാങ്കിന് വേണ്ടുന്ന പേയ്മെന്റ് സർവീസുകൾ ചെയ്തു കൊടുക്കുന്ന ആ ബിഗ്ഗർ ബാങ്കിനെ നമ്മൾ എന്തെന്നും വിളിക്കും? കറസ്പോണ്ടന്റ് ബാങ്ക് എന്നും വിളിക്കും. ക്ലിയർ ആയോ? അപ്പൊ സാധാരണയായിട്ട് റെസ്പോണ്ടന്റ് ബാങ്ക് ആയിട്ട് വരുന്നത് ഏത് ബാങ്കാണെന്ന് ചോദിച്ചാൽ യൂണിറ്റ് ബാങ്കുകളായിരിക്കും. ഓക്കെ, ഈ യൂണിറ്റ് ബാങ്കിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാം. യൂണിറ്റ് ബാങ്ക് ഈസ് എ സ്മാൾ ബാങ്ക്. അവർക്ക് ദ ബാങ്ക് ഹാസ് സ്മാൾ ആക്ടിവിറ്റീസ്, സ്മാൾ ബാങ്കിങ് ആക്ടിവിറ്റീസ്. അവർക്ക് ചെറിയ ബാങ്കിങ് ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവരിലേക്ക് ഒരു വലിയ തുകയ്ക്ക് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കസ്റ്റമർ ചെന്ന് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് സർവീസുകൾ ഏത് ബാങ്ക് വഴിയായിരിക്കും നടത്തുന്നത്? ആ കറസ്പോണ്ടന്റ് ബാങ്ക് വഴിയായിരിക്കും നടത്തുന്നത്. ക്ലിയർ ആയോ? ഈ കറസ്പോണ്ടന്റ് ബാങ്കും ഈ റെസ്പോണ്ടന്റ് ബാങ്കും തമ്മിൽ ഒരു ബൈലാറ്ററൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ഏത് ബാങ്കുകൾ തമ്മില്? ഞാൻ പറഞ്ഞു കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് രണ്ട് ബാങ്ക് വരും. കറസ്പോണ്ടന്റ് ബാങ്കും ഉണ്ട്, റെസ്പോണ്ടന്റ് ബാങ്കും ഉണ്ട്. ഇതില് കറസ്പോണ്ടന്റ് ബാങ്കും ആ റെസ്പോണ്ടന്റ് ബാങ്കും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എങ്ങനത്തെ എഗ്രിമെന്റ് ആണെന്ന് ചോദിച്ചാൽ ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ രണ്ട് ബാങ്കുകളും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബൈലാറ്ററൽ എഗ്രിമെന്റ്. അപ്പൊ ഏതൊക്കെ ബാങ്കുകൾ തമ്മിലാണ്? കറസ്പോണ്ടന്റ് ബാങ്കും റെസ്പോണ്ടന്റ് ബാങ്കും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കും. അത് ഏത് തരത്തിലുള്ള എഗ്രിമെന്റ് ആണെന്ന് ചോദിച്ചാൽ ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ്. ഓക്കെ, ഇനി അതിൽ ഞാൻ പറഞ്ഞു റെസ്പോണ്ടന്റ് ബാങ്ക് എന്ന് പറയുന്നത് യൂണിറ്റ് ബാങ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ യൂണിറ്റ് ബാങ്കുകൾക്ക് ഏത് തരത്തിലുള്ള സർവീസസും, അതായത് അവർക്ക് ബ്രാഞ്ച് ഇല്ലെന്നറിയാലോ. യൂണിറ്റ് ബാങ്കിന് എന്ത് കാണത്തില്ല? ബ്രാഞ്ചസ് ഇല്ല. അപ്പൊ അവർക്ക് ബ്രാഞ്ചസ് ഇല്ലാത്ത സ്ഥലത്തുള്ള ഒരു കസ്റ്റമർ ഏതെങ്കിലും തരത്തിലുള്ള സേവനത്തിന്
ഈ ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ അവർ ആ സർവീസസ് ചെയ്തു കൊടുക്കുന്നത് ത്രൂ എ കറസ്പോണ്ടന്റ് ബാങ്ക്. ഒരു കറസ്പോണ്ടന്റ് ബാങ്ക് വഴിയായിരിക്കും എന്ത് ചെയ്തു കൊടുക്കുന്നത്? ആ സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇത് ഇത്രയുമാണ് കറസ്പോണ്ടന്റ് ബാങ്കിന്റെ പ്രത്യേകത.